സയ്യിദു സുഹൂറായ റമളാനിൻ്റെ മുഖവിരയായി അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ 2 മാസങ്ങളിൽ ഒന്നാമത്തെ മാസമായ വിശുദ്ധമായ റജബ്, അതിൻ്റെ അവസാന ഘട്ടത്തിലാണ് നാം ഇപ്പോൾ നിലകൊള്ളുന്നത്. റജബ് മാസത്തിൻ്റെ ആദ്യത്തെ ജുമുഅ ഖുത്ബയിൽ മഹാനായ നുബാത്തത്തുൽ മിസ്രി തങ്ങൾ നമ്മെ എല്ലാവരെയും കേൾപ്പിച്ച ഒരു കാര്യമാണ്. റജബ് മാസത്തിലായതുകൊണ്ട് സന്ദർഭയോജിതമായി 2 വാക്കുകൾ പറയാമെന്നാണ് കരുതിയത്. ഇൻഷാ അല്ലാഹ് മഹാനവറുകൾ റജബ് മാസത്തിൻ്റെ ആദ്യത്തെ ജുമുഅ ഖുത്ബയിൽ നമ്മെ ഓർമ്മപ്പെടുത്തുകയുണ്ടായി. ഓ ജനങ്ങളെ, വിശുദ്ധ റജബ് മാസം നിങ്ങൾക്ക് ആഗതമായിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് തുടർന്ന് മഹാനവറുകൾ പറഞ്ഞത് ഇഫ്തതഹല്ലാഹു ബിഹി സലാസത അശ്ഹുരിൻ കിറാം. വിശുദ്ധമായ റജബ് മാസം നിങ്ങൾക്ക് ആഗതമാകലോടുകൂടി വളരെ മഹത്വമുള്ള 3 മാസങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല തുടക്കം കുറിക്കുകയാണ്. തുടർന്ന് മഹാനവറുകൾ പറഞ്ഞു, ഫറജബുൻ അവ്വലു സുഹൂരിൽ ബറക. റജബും വലിയ ബറക്കത്തുള്ള മാസമാണ്. ശേഷം വരുന്ന ശഅബാനും വലിയ ബറക്കത്തുള്ള മാസമാണ്. 3ാമത് വരാൻ പോകുന്ന വിശുദ്ധ റമളാനിനെ കുറിച്ച് പിന്നെ പറയേണ്ടതില്ല. എല്ലാം വലിയ പുണ്യമുള്ള മാസങ്ങളാണ്. ഈ 3 മാസങ്ങൾ മുഴുവനും വലിയ വലിയ പുണ്യങ്ങളുള്ള മാസമാണ് എന്ന് പറഞ്ഞിട്ട് മഹാനവറുകൾ പിന്നീട് ഓർമ്മപ്പെടുത്തിയത് ഫറജബുൻ അവ്വലു സുഹൂരിൽ ബറക. വളരെ പുണ്യമുള്ള 3 മാസങ്ങളെ കൂട്ടത്തിൽ ആദ്യത്തെ മാസമാണ് വിശുദ്ധമായ റജബ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ പാവപ്പെട്ട അടിമകളാകുന്ന നമുക്ക് ധാരാളം ബറക്കത്ത് വർഷിപ്പിച്ചു തരുന്ന മാസങ്ങളാണ് റജബും ശഅബാനും. അതുകൊണ്ട് തന്നെ മഹാനായ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റജബ് മാസം ആഗതമായി കഴിഞ്ഞാൽ ശഅബാനിൻ്റെ ലാസ്റ്റ് വരെ നിങ്ങൾ അല്ലാഹുവിനോട് പ്രത്യേകമായ ഒരു ദുആ എന്ന് പറഞ്ഞുകൊണ്ട് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് ആ പ്രത്യേകമായ ദുആ പഠിപ്പിച്ച് തന്നിട്ടുണ്ട്. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ. റജബിൻ്റെ തുടക്കം മുതൽ ആ ദുആയിലാണ് ഞാനും നിങ്ങളും ഇപ്പോൾ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അല്ലാഹുവേ, വിശുദ്ധ റജബിലും ശേഷം വരുന്ന ശഅബാനിലും ഞങ്ങൾക്ക് ധാരാളം നിൻ്റെ ബറക്കത്ത് നീ ചൊരിച്ചു തരണം, വർഷിപ്പിച്ചു തരണം. എന്നിട്ട് റമളാനാകുമ്പോൾ ഞങ്ങളെ ആയുസ് നീ ചുരുക്കിക്കളയല്ലേ അല്ലാ, ഞങ്ങളെ ആഫിയത്ത് നീ മോശമാക്കി കളയല്ലേ അല്ലാ, ഞങ്ങളെ നീ വിരിപ്പിലും കിടപ്പിലും ആക്കിക്കളയല്ലേ അല്ലാ. ഓ ബല്ലിഗ്നാ റമളാൻ. വിശുദ്ധ റമളാൻ മാസത്തെ ഞങ്ങൾക്ക് നീ എത്തിച്ചു തരണം. അഥവാ വിശുദ്ധ റമളാനിലേക്ക് ഞങ്ങളെ ആയുസ് നീ നീട്ടുകയും ആ വിശുദ്ധ റമളാനിനെ ഉപയോഗപ്പെടുത്തേണ്ട രൂപത്തിൽ ഉപയോഗപ്പെടുത്താനുള്ള ആഫിയത്തും വേണം, തൗഫീഖും വേണം റബ്ബേ. ആ വിശുദ്ധ റമളാന് ഞങ്ങൾക്ക് എത്തിച്ചു തരികയും ആ റമളാനിനെ വേണ്ട പോലെ ഉപയോഗപ്പെടുത്താനുള്ള ആഫിയത്തും തൗഫീഖും ഞങ്ങൾക്ക് നീ തരണേ റബ്ബേ എന്ന് അല്ലാഹുവിനോട് നാം റജബിൻ്റെ ആരംഭം മുതൽക്ക് ദുആ ചെയ്തു വരികയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ആ ദുആഇനെ നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാകട്ടെ. റജബിലും ശഅബാനും ധാരാളം ബറക്കത്ത് ഏറ്റുവാങ്ങുന്ന ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.
വിശുദ്ധ റമളാനിലേക്ക് നമ്മുടെ ആയുസ് അള്ളാഹു നീട്ടിത്തരട്ടെ. നേരെ മുമ്പിൽ വരുന്ന ആ ഒരു റമളാന് മാത്രമല്ല, അതുപോലത്തെ ഒരുപാട് റമളാൻ മാസങ്ങൾ അള്ളാഹുവിൽ നിന്ന് ഏറ്റുവാങ്ങാനുള്ള ആഫിയത്തുള്ള ദീർഘായുസ് കൊണ്ട് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. എന്നാൽ ഈ വിശുദ്ധമായ റജബ് അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായി ബഹുമാനിച്ച 4 മാസങ്ങളെ കൂട്ടത്തിൽ ഒരു മാസമാണ്. വിശുദ്ധ ഖുർആനിൽ കാണാം, ഞാൻ കേൾപ്പിച്ച ആയത്തുണ്ടല്ലോ, ഇന്ന ഇദ്ദത ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റൻ ഫീ കിതാബില്ലാഹ്. അള്ളാഹു പറഞ്ഞു, ഇന്ന ഇദ്ദത ശുഹൂരി, നിശ്ചയമായും മാസങ്ങളുടെ എണ്ണം 12 എണ്ണമാണ്. 12 എണ്ണമാണ് മാസങ്ങളുടെ എണ്ണം. 12 മാസങ്ങൾ കൂടുമ്പോൾ അതൊരു വർഷമായി മാറുന്നു. ഒരു വർഷത്തേക്ക് ആവശ്യമായ മാസങ്ങൾ 12 എണ്ണമാണ് എന്ന് അല്ലാഹു പറഞ്ഞു. ഫീ കിതാബില്ലാഹ്, അത് അള്ളാഹുവിൻ്റെ അസ്ൽ കിതാബാകുന്ന ലൗഹുൽ മഹ്ഫൂദിൽ അങ്ങനെയാണ് തീരുമാനം. ഒരു വർഷത്തേക്ക് 12 മാസങ്ങളാണ്. മാസങ്ങളുടെ എണ്ണം 12 എണ്ണമാണ്. ആ തീരുമാനം ഇന്നലെയോ നടപ്പിൽ വന്നതല്ല. അല്ലാഹു പറയുന്നു, യൗമ ഖലഖസ് സമാവാതി വൽ അർള്, 7 ആകാശങ്ങൾ ഉൾപ്പെടെ 7 ഭൂമികൾ ഉൾപ്പെടെ ഉള്ള ഈ പ്രപഞ്ചം അള്ളാഹു എന്ന് സൃഷ്ടിച്ചോ അന്ന് മുതൽ ഇവിടെ നടപ്പിൽ വന്ന ഒരു കാര്യമാണത് എന്ന് അള്ളാഹു വളരെ വ്യക്തമായി നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. തുടർന്ന് അള്ളാഹു പറഞ്ഞത്, മിൻഹ അർബഅത്തുൻ ഹുറും, ആ 12 മാസങ്ങളെ കൂട്ടത്തിൽ 4 മാസങ്ങൾ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെയേറെ ബഹുമാനിച്ച മാസങ്ങളാണ്. ശത്രുക്കളോട് ദീനിൻ്റെ ആവശ്യത്തിന് വേണ്ടി തന്നെ നമ്മളങ്ങോട്ട് യുദ്ധം തുടങ്ങാൻ പാടില്ലാത്ത മാസങ്ങളാണ്. അവരിങ്ങോട്ട് തുടങ്ങിയാൽ നമുക്ക് നേരിടുന്നതിന് വിരോധമില്ല. നമ്മുടെ ഭാഗത്തു നിന്ന് ഈ 4 മാസങ്ങളിൽ യുദ്ധത്തിന് തുടക്കം കുറിക്കാൻ പാടില്ല. ആ നിലയ്ക്ക് യുദ്ധം ഹറാമായ 4 മാസങ്ങൾ. ആ 4 മാസങ്ങളെ കൂട്ടത്തിൽ ഒരു മാസമാണ് വിശുദ്ധമായ ഈ റജബ് മാസം. ഏതാണ് ആ 4 മാസങ്ങൾ? സലാസത്തുൻ സർദുൻ വറജബുൻ ഫർദ് എന്ന് മഹാന്മാർ കിതാബിൽ രേഖപ്പെടുത്തിയതായി കാണാം. ആ 4 മാസങ്ങളെ കൂട്ടത്തിൽ 3 മാസങ്ങൾ ഒന്നിൻ്റെ ശേഷം ഒന്ന്, ഒന്നിൻ്റെ ശേഷം ഒന്ന്, ഒന്നിൻ്റെ ശേഷം ഒന്ന്, അങ്ങനെ തുടർച്ചയായിട്ടുള്ളതാണ്. ഏതാണത്? ദുൽഖഅദ മാസം, ദുൽഹജ്ജ് മാസം, മുഹറം മാസം. ഒന്നിൻ്റെ ശേഷം ഒന്ന്, ഒന്നിൻ്റെ ശേഷം ഒന്ന്, ഒന്നിൻ്റെ ശേഷം ഒന്ന്. 3 മാസങ്ങൾ ആ കൂട്ടത്തിൽ തുടർച്ചയായിട്ടുള്ളതാണ്. റജബുൻ ഫർദുൻ, 4ാമത്തെ ഒരു മാസം. അത് സഫറും കഴിഞ്ഞ്, റബീഉൽ അവ്വലും കഴിഞ്ഞ്, റബീഉൽ ആഖിറും കഴിഞ്ഞ്, ജുമാദുൽ അവ്വലും കഴിഞ്ഞ്, ജുമാദുൽ ആഖിറും കഴിഞ്ഞ്, അങ്ങനെ 2, 3, 4 മാസങ്ങൾക്ക് ശേഷം ഒറ്റപ്പെട്ട് നിൽക്കുന്ന മാസമാണ് ഈ റജബ് എന്ന് മഹാന്മാർ കിതാബിൽ രേഖപ്പെടുത്തിയതായി കാണാം. ആ നിലക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായി ബഹുമാനിച്ച 4 മാസങ്ങളെ കൂട്ടത്തിൽ ഒറ്റപ്പെട്ടു നിൽക്കുന്ന ഈ വിശുദ്ധ റജബ് റമളാനിൻ്റെ മുഖവരിയായി അള്ളാഹു നമുക്ക് നൽകിയ 2 മാസങ്ങളെ കൂട്ടത്തിൽ ഒരു മാസമാണ്. റഹ്മുർ-റഹീമീനായ റബ്ബേ, ഈ റജബിലും ശഅബാനിലും ഞങ്ങൾക്ക് നിൻ്റെ ബറക്കത്ത് ധാരാളം വർഷിപ്പിച്ചു തരണേ അല്ലാഹ്. വിശുദ്ധ റമളാനിലേക്ക് ഞങ്ങൾ ആയുസ് നീട്ടണേ അല്ലാഹ്. കൂടുതൽ സംസാരിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല, ഞാനതിന് അർഹനുമല്ല. ഇൻഷാ അല്ലാഹ് ഒരു ആശംസ എന്ന നിലക്ക് 2 വാക്കുകൾ ഈ സന്ദർഭത്തോട് യോജിച്ച് 2 വാക്കുകൾ നിങ്ങളോട് സംസാരിച്ച് എന്ന് മാത്രം. ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട സയ്യിദുകളുടെ നേതൃത്വത്തിൽ ഇവിടെ വർഷങ്ങളായി നടന്നു വരുന്ന, പുരോഗമിച്ചു വരുന്ന
മഹത്തായ ഈ സ്ഥാപനം ഇനിയും ബഹുമാനപ്പെട്ടവരുടെ സ്വപ്നങ്ങൾ എന്തെല്ലാമുണ്ടോ എല്ലാം ആ നിലക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സ്ഥാപനത്തെ ഉയർത്തിത്തരട്ടെ. ഈ സ്ഥാപനങ്ങൾക്ക് വേണ്ടി സഹകരിക്കുന്ന ബഹുമാനപ്പെട്ട സയ്യിദുകളുടെ കൂടുന്ന എല്ലാ മുഅ്മിനീങ്ങൾക്കും അർഹമായ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുമാറാകട്ടെ. നമ്മുടെ ദോഷങ്ങൾ അല്ലാഹു പുറത്തു തരുമാറാകട്ടെ. നമ്മുടെ ഖൽബ് അല്ലാഹു ശുദ്ധിയാക്കി തരുമാറാകട്ടെ. നമ്മുടെ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ബേജാറുകളും എല്ലാം അല്ലാഹു തീർത്ത് അവൻ്റെ ത്വാഅത്തിലും പൊരുത്തത്തിലുമായി ആഫിയത്തുള്ള ദീർഘായുസ് ലഭിച്ച് അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് ഈ ലോകത്തോട് വിട പറയാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ.